സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അരിപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുട്ടിൻ്റെ പൊടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിച്ചെടുത്ത തേങ്ങാവെള്ളമാണിത്. കുറേശ്ശെ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടി നനച്ചെടുക്കണം. തേങ്ങാവെള്ളത്തിൻ്റെ രുചി കൂടി ഈ പുട്ടിനുണ്ടാകും. നനവിൻ്റെ പാകം എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് മാവെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് ഇതേമാതിരി പ്രസ് ചെയ്യുവാണെങ്കിൽ ഉരുട്ടിയെടുക്കാൻ കഴിയും. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാവെള്ളം തന്നെ ഉപയോഗിക്കാൻ നോക്കണം. തലേന്നത്തെ തേങ്ങാവെള്ളമൊന്നും ഇതിനെടുക്കാൻ പാടില്ല. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് പൾസ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യമൊക്കെ പൾസ് ചെയ്തെടുത്താൽ മതിയാകും. ഇതേമാതിരി കിട്ടും. പ്രഷർ കുക്കറിൽ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷമാണ് തേങ്ങയും മാവും ഇട്ട് കൊടുക്കുന്നത്. പൾസ് ചെയ്തത് കൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. തേങ്ങാ വെള്ളം കൂടി ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ പുട്ട്. മാവ് ലൂസായിട്ടാണ് നിറയ്ക്കേണ്ടത്. പ്രസ് ചെയ്ത് നിറയ്ക്കുവാണെങ്കിൽ സ്റ്റീം കയറില്ല. മാവ് ലെവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യാതെ ആ മോൾഡ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും. കുറച്ച് തേങ്ങ മാവിനോടൊപ്പം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അതും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഫില്ലിംഗ് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം. പ്രഷർ കുക്കറിൽ വെള്ളം എടുത്ത് ഗ്യാസ്കറ്റ് ഇട്ട് തന്നെയാണ് അടച്ചു വെക്കേണ്ടത്. വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ മോൾഡ് അതിൻ്റെ മേലെ വെക്കാൻ പാടുള്ളൂ. 2 മിനിറ്റ് സ്റ്റീം കയറിയതിന് ശേഷം എടുക്കാവുന്നതാണ്. കുറച്ച് നെയ്യ് അതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യും പപ്പടവും പഴവും ചേർത്ത് ഈ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.